ഹലോ ഗൈസ്. അപ്പം എൻ്റെ വീട്ടിലുള്ള 2 മക്കൾ, അതായത് എൻ്റെ 2 കുരുന്നുകൾ, അവർക്ക് എന്തോരം കളിപ്പാട്ടം ഉണ്ടെന്ന് വെച്ചാലും അവരുടേതായ സാധനങ്ങൾ, അതായത് അടുക്കളയത്തെ പാത്രങ്ങൾ, വെള്ളം, ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് കളിക്കുക. എന്നിട്ട് പിന്നെ അവർ രാവിലെ തൊട്ട് തന്നെ തുടങ്ങൂട്ടാ. രണ്ടുപേരും അവരുടേതായ ഹോബീസിലാണ്. അതായത് വെള്ളം വെച്ചിട്ട് പിന്നെ പാത്രത്തിൽ അടുപ്പ് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ കളിക്കുകയാണ്. നമ്മളെ ചെറുപ്പകാലത്തും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, മണ്ണിലായിരുന്നു കളിക്കുക. പക്ഷെ ഇവർ ഫുള്ള് വെള്ളത്തിലാണ്. അവർക്ക് എന്തെന്നെ ടോയ്സ് കൂടുതൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും അവരതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവരുടേതായൊരു ലോകത്താണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കളിയൊക്കെ നിർത്തി ഉറങ്ങണ സമയമാകുമ്പോൾ വന്നിട്ട് ഞാൻ രണ്ടുപേരെ മേലൊക്കെ കഴിച്ച് അങ്ങനെ ഉറക്കുകയാണ്. അപ്പോൾ അതേ വൈകുന്നേരം ഞാനൊരു പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് വെച്ചിട്ടുണ്ട്. അവർക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഒരു പുഡിങ്ങാണ് ഞാൻ അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടുപേരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുഡിങ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ജസ്റ്റ് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേർക്കും അധികം വയസ്സിൻ്റെ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അവർ രണ്ട് തമ്മിലും 1.5 വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എസ്ദാൻക്ക് 1.5, എനിക്ക് 3 വയസ്സുമാണ്. അപ്പോൾ അവർ തന്നെ മതി കളിക്കാൻ. വീട്ടിൽ രണ്ടുപേരും തന്നെ ഒറ്റയ്ക്ക് കളിച്ചോളും. പിന്നെ രാത്രി രണ്ടുപേരും കിടന്നുറങ്ങും. ആ സമയത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം വേറെ ആരും വേണ്ട അവർക്ക്. അവർ തന്നെ എന്തെങ്കിലുമൊക്കെ കളിയിലൊക്കെ ഏർപ്പെട്ടിട്ട് അവർ തന്നെ കളിച്ചോളും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.